പരസ്യപ്രചരണം അവസാനിപ്പിക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് കാസർഗോഡ് മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ. ഈ അവസാന മണിക്കൂറുകളിൽ പ്രചരണ വിശേഷങ്ങളും വിജയപ്രതീക്ഷയും നമ്മോടൊപ്പം പങ്കുവെക്കുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. എങ്ങനെയാണ് ഈ അവസാന മണിക്കൂറുകളിലെ വിജയപ്രതീക്ഷ? ഞാൻ ഒരു ഈശ്വര വിശ്വാസിയാണ്. അതുകൊണ്ട് ഞാനിവിടെ വന്നതിന് ശേഷം എല്ലാ അമ്പലങ്ങളിലും എല്ലാ കുടുംബക്ഷേത്രങ്ങളിലും പോവുകയാണ്. ഇത് മക്കാക്കാട് ക്ഷേത്രത്തിൽ വരാൻ കാരണം ഞാൻ ഇവിടെ മാത്രമല്ല, തിരുവനന്തപുരത്തായാലും കൊല്ലത്തായാലും എല്ലാ 4 മണിക്ക് ഞാൻ ഉറക്കം എഴുന്നേറ്റാൽ ആദ്യം വിഷ്ണു സഹസ്രനാമമുണ്ട്, പിന്നെ ലളിത സഹസ്രനാമമുണ്ട്, പിന്നെ ശിവസ്തുതിയുണ്ട്. അപ്പോൾ 4:30 തൊട്ട് 7 മണി വരെ ഞാൻ ജപിക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്നോടൊപ്പം ഒരു അദൃശ്യ ശക്തിയുള്ളത് ദൈവത്തിൻ്റെ കരങ്ങളാണ്. ദൈവം എന്നോടൊപ്പം എപ്പോഴും ഉണ്ട്. എന്നെ എല്ലാ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് ദൈവമാണ്. ഈ തറവാടിനെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇവിടെ വരണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവിടെ വന്നു, ഞാൻ കണ്ടു, തെയ്യത്തിൻ്റെ അനുഗ്രഹം വാങ്ങിച്ചു, ഇവരെല്ലാം കണ്ടു. ഇവരുടെ എല്ലാം മുഖത്തെ ആ സന്തോഷം മനസ്സിൻ്റെ പ്രതിഫലനമാണ്. അതാണ് എൻ്റെ ആത്മവിശ്വാസം. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ജയിച്ചിരിക്കും. ഞാൻ ഇവിടുന്ന് നേരെ പോകുന്ന പാർലമെൻറ്റിലേക്കായിരിക്കും. ഞാൻ ഈ ജനങ്ങളെ സാക്ഷി നിർത്തിയാണത് പറയുന്നത്. അത്ര കണ്ട് എനിക്കിവരെ ഇഷ്ടമാണ്, ഇവർക്ക് എന്നെ ഇഷ്ടമാണ്. ഈ പ്രചരണത്തിൽ നിന്ന് ലഭിച്ച ഒരു എനർജിയാണ്, അല്ലെങ്കിൽ അതാണോ വിജയപ്രതീക്ഷ? തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസ്സെപ്പോഴും പറയുന്നത്, ഒരു 20 കൊല്ലത്തിന് മുമ്പേ ഈ കാസർഗോഡ് വന്നിരുന്നെങ്കിൽ ഞാൻ എന്നെ വല്ല മന്ത്രിയൊക്കെ ആയിപ്പോയെന്നാണ്. കാരണം അത്ര കണ്ട് എന്നെ സ്നേഹിക്കുന്ന ആളുകളാണ് ഇവിടെയുള്ളത്. ഇവിടെ വരാൻ വൈകിപ്പോയി എന്നുള്ളതാണ് എൻ്റെ ഒരു ദുഃഖം. അതുകൊണ്ട് വൈകിയാണെങ്കിലും ഒരു പാർലമെൻറ്റ് ഇലക്ഷനിൽ കാസർഗോഡ് മത്സരിക്കാൻ സീറ്റ് കിട്ടിയതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. ഇവിടെ സീറ്റ് കിട്ടിയതിൽ ഞാൻ അതീവ ഭാഗ്യവാനാണ്. ഇവിടുത്തെ ജനങ്ങളുടെ വോട്ട് നേടി പാർലമെൻറ്റിൽ പോകുന്നത് ഒരു പുണ്യമാണ്. അതുകൊണ്ട് എനിക്ക് തികഞ്ഞ ആത്മവിശ്വാസമാണ് ഇവിടുത്തെ ജനങ്ങളിൽ. അവരെ എന്നെ സഹായിക്കും. കാരണം ഞാൻ അത്ര കണ്ട് അവരെ സ്നേഹിക്കുന്നു, അവരെന്നെ ഇഷ്ടപ്പെടുന്നു. ഈ പരസ്യപ്രചരണത്തിലെ അവസാന മണിക്കൂറുകൾ എങ്ങനെയാണ് പ്രചാരണം പുരോഗമിക്കുന്നത്? അല്ല, ഞാനിന്ന് വൈകുന്നേരം ആകുന്നതോടുകൂടി എൻ്റെ പ്രചരണം അവസാനിക്കുകയാണ്. നാളെ ഞാൻ കുറേ വ്യക്തികളെ കാണുന്നുണ്ട്. നാളെ കലാശക്കോട്ട് നടക്കുമ്പോൾ ഞാൻ കാസർഗോഡ് പങ്കെടുക്കുന്നുണ്ട്, ടൗണിൽ പങ്കെടുക്കുന്നുണ്ട്, മറ്റൊരിടത്തും പങ്കെടുക്കത്തില്ല. ഞാൻ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും പരമാവധി ആളുകളെ വിസിറ്റ് ചെയ്യുന്ന ജോലിയാണ് എനിക്കുള്ളത്. ഇന്നിപ്പോൾ ബേക്കൽ നിന്ന് ഒരു വലിയ ജാഥയുണ്ട്, അതിന് ഞാൻ പങ്കെടുക്കുന്നുണ്ട്. റോഡ് ഷോ, അതിൽ പങ്കെടുക്കും. നാളെ ആണ് ഒരു ദിവസം. ഞാനിവിടെ വന്നതിന് ശേഷം ഒറ്റ രാത്രി ഉറങ്ങിയിട്ടില്ല. ഞാൻ 2 മണി 3 മണിക്ക് പ്രചരണം നിർത്തുന്നത്, 6 മണിക്ക് എഴുന്നേക്കും, 7 മണിക്ക് പ്രചരണം ആരംഭിക്കും. ഇന്ന് വരെ ഒരു 2 മണിക്കൂർ തികച്ചുറങ്ങാൻ എനിക്ക് പറ്റിയിട്ടില്ല. അതിൽ എനിക്ക് യാതൊരു ദുഃഖവുമില്ല. പലപ്പോഴും ഞാൻ വാഹനത്തിനകത്ത് പോകുമ്പോൾ, ഈ ഓപ്പൺ ജീപ്പിലൊക്കെ പോകുമ്പോൾ ഞാൻ ഉറങ്ങി താഴെ വീണിട്ടുണ്ട്. പക്ഷേ എന്നാലും എനിക്ക് ദുഃഖമില്ല. കാരണം ഇത്രയും ആളുകളെ ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് കാണാൻ കഴിഞ്ഞാൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. ഇനി ഈ മണ്ണിൽ നിന്ന് ഞാൻ പോകുന്ന പ്രശ്നമില്ല. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് എൻ്റെ മരണം ഇനി ഈ മണ്ണിലാണ്, കാസർഗോഡാണ്. ഈ അവസാന മണിക്കൂറുകളിലും പ്രചരണം അവസാനിപ്പിക്കേണ്ട ഈ അവസാന മണിക്കൂറുകളിലും ഉറച്ച വിജയപ്രതീക്ഷയിൽ തന്നെയാണ് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ. ഓടി നടന്ന് പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ട് പരമാവധി വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ.